Hey my dear guys, welcome to the sessions of the CA Intermediate Paper Number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ CA ഇൻ്റർമീഡിയറ്റിനെ സംബന്ധിച്ചോളം വളരെ വെയിറ്റേജ് കൂടിയ ഒരു ടോപ്പിക്കാണ്. അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് അത്രത്തോളം ഉണ്ട് എങ്കിലും അത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടി വരുന്ന ഒരു ഏരിയ കൂടിയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമാൽഗമേഷനും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമാണ് കണ്ടൻറ് വൈസ് ആയാലും അല്ലാതെയും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്ന രണ്ട് പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പം ചില സ്റ്റുഡൻസ് അമാൽഗമേഷനകത്തോട്ട് പോവും, ചിലർ കൺസൾട്ടേഷനകത്തോട്ട് പോവും. നമ്മുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സ്വീകരിക്കുന്ന രീതികളാണ്. ബട്ട് കൺസോൾട്ടേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ഈസി ആയിട്ടുള്ള, ജസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന, ഇപ്പം തുടക്കം തന്നെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ പ്രോബ്ലം ഫുള്ളി തെറ്റാൻ സാധ്യതയുള്ള അങ്ങനൊരു ഏരിയയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അമാൽഗമേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരുമ്പോൾ നിങ്ങളിപ്പം ഓൾറെഡി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ബട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിനകത്ത് നമുക്കിപ്പം കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോട്ടെന്ന് പറയുന്നത്, നമ്മളിപ്പം നമ്മൾ ക്യാപ്പബിൾ അല്ലാത്തതിൻ്റെ അല്ല ഇതിനകത്ത് വരുന്ന ഡിഫിക്കൽട്ടി, നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ദ സെയിം കൈൻഡ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ എന്താണ് ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാഠം അതിനകത്ത് വരുമായിരിക്കും. അല്ലെങ്കിൽ കോൺസെപ്ച്വലി നോക്കുകയാണെങ്കിലും അസംഷൻസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ എന്ന് നമുക്ക് തോന്നിപ്പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, കറക്റ്റായി ഫോളോ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ വഴിയിൽ പോയി തെറ്റാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അമാൽഗമേഷൻ പോലെ തന്നെ. അപ്പം ഇതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഈ ഒരു ടോപ്പിക്കിന് കൊടുക്കേണ്ടത്. വീണ്ടും ഞാൻ പറയുന്നു, ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഡിഫിക്കൽട്ടി തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ക്യാപ്പബിൾ ആവാത്തത് കൊണ്ടല്ല, നിങ്ങൾക്കിത് ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബ്രെയിൻ നമ്മുടെയാണ്. ഇത് ഓൾറെഡി ഈ ബ്രെയിനുള്ള മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ്. നമ്മളുടെ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും ഹോൾഡിംഗ് സബ്സിഡറി ആയാലും അസോസിയേറ്റ് ആയിട്ടുള്ള കമ്പനി ആയാലും അതിൻ്റെ പേരൻറ്റ് കമ്പനി. ഓക്കെ, അപ്പം അങ്ങനെ ഓൾറെഡി ഇവിടെ നടക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ ഫോർമാറ്റോ അത് നോക്കിയിരുന്നിട്ട് അവസാനം വന്നിട്ട് ഇപ്പം ഷെഡ്യൂൾ 3 ഫോർമാറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, അതിനകത്ത് നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടി തോന്നി. അതേപോലെ തന്നെയാണ് ഇതും. ഓക്കെ, അപ്പം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏരിയയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പോകാൻ പറ്റും, കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് അപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്തോട്ട് കടക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നമ്മളിപ്പം ഒരു ഫാമിലി ഉണ്ടെന്ന് വെച്ചു. ഓക്കെ, ഒരു ഫാമിലി ഉണ്ട്. ഫാമിലിക്കകത്ത് ഞാൻ അവർക്ക് പേരിടുന്നു. അവിടുത്തെ അച്ഛൻ്റെ പേരെന്ന് പറയുന്നത് രവീന്ദ്രൻ. ഓക്കെ, രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അമ്മയുണ്ട് സരസ്വതി. ഓക്കെ, ആൻഡ് ഒരു മകനുണ്ട് അരവിന്ദ്. ഓക്കെ, ഇങ്ങനെ ആ ഫാമിലി മുന്നോട്ട് പോവാണ്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ അരവിന്ദ് എന്ന് പറയുന്ന നമ്മുടെ ഈ മകനുണ്ടല്ലോ, പുള്ളിക്കാരന് കല്യാണമാവും. ഭാര്യയുടെ പേരെന്ന് പറയുന്നത് ജാനകി. ഓക്കെയാണോ? വളരെ സിമ്പിൾ. നമ്മൾ നോർമലി നമ്മൾ എടുത്ത് ചാടിയൊന്നും പോകുന്നില്ല, ജസ്റ്റ്
ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ പോയപ്പോഴും ഇതാണ് ഇപ്പോൾ ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, പേര് നന്ദൻ. ഓക്കെ, നന്ദനം എന്ന് പറയുന്ന ഈ ഒരു ഫാമിലിയാണ് ഉള്ളതെന്ന് വെച്ചു. ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബാങ്കിൽ ലോൺ വേണമെന്ന് വെച്ചു. ബാങ്കിൽ ലോൺ വേണമെന്ന് വെച്ചു. ബാങ്ക് ആയിട്ട് അപ്രോച്ച് ചെയ്തു. ബാങ്കുകാരപ്പം ചോദിച്ചു, നിങ്ങളുടെ ടോട്ടലായിട്ടുള്ള ഇൻകം എത്ര, എക്സ്പെൻസ് എത്ര. ഇമാജിൻ ആണെന്നേ, ബാങ്ക് അങ്ങനെയൊന്നും പോയി ചോദിക്കത്തില്ല, അപ്പോഴേ പറഞ്ഞേക്കും. ഓക്കെ, അപ്പം ലോൺ എടുക്കാൻ പോയത് രവീന്ദ്രൻ എന്ന് പറഞ്ഞ അച്ഛനാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്കിപ്പം നോക്കുകയാണെങ്കിൽ ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയുണ്ട് വരുമാനം. ബാങ്കുകാർ പറഞ്ഞു, എടോ തൻ്റെത് അറിയണ്ട, വീട്ടുകാരുടെ മൊത്തത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം സരസ്വതി ആൻറ്റി ഉണ്ട്. സരസ്വതി ആൻറ്റി സാധാ തൊഴിലുറപ്പിനൊക്കെ പോകുന്നതെന്ന് വെച്ചു. അപ്പം സരസ്വതി ആൻറ്റിക്ക് ഒരു ആവറേജ് ഒരു 1.5 ലക്ഷം രൂപ കിട്ടുമെന്ന് വെച്ചു. ഓക്കെ, ആൻഡ് അരവിന്ദ് എന്ന് പറയുന്ന ആളുണ്ട്, പുള്ളിക്കാരനും എന്ത് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കുടുംബത്തിൽ ആകെ മൊത്തം എന്ത് വരുന്നുണ്ട്, ഇൻകം വരുന്നുണ്ട്. ജാനകി ഓൾസോ, അവർക്കും ജോലി ഉണ്ടെന്ന് വെച്ചു. അപ്പം അവരും ജോലിക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ കുടുംബത്തിൽ ടോട്ടലായിട്ട് ഇൻകം വരുന്നുണ്ട്. ബാങ്കുകാർക്ക് അറിയേണ്ടത് ഈ ടോട്ടൽ ഇൻകം എത്ര വരിക എന്നാണ് അറിയേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നന്ദനം എന്ന് പറയുന്ന ഈ വീടിൻ്റെ ടോട്ടൽ ഇൻകവും ടോട്ടൽ എക്സ്പെൻസുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാങ്കുകാർക്ക് അറിയേണ്ട എന്താ, നിങ്ങൾ ഹൗസിംഗ് ലോണിന് വന്നതാണ്. ഇപ്പം രവീന്ദ്രൻ താൻ ഇതുപോലെ അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം, വീട്ടിൽ മറ്റുള്ളവർ അടയ്ക്കണമല്ലോ. അപ്പം വീട്ടുകാരുടെ മൊത്തത്തിലുള്ള വരുമാനം എത്രയാണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പം അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇൻ സെയിം കൈൻഡ് നമ്മളിപ്പം ഒരു കമ്പനിയോ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ അവരുടെ ആ ടോട്ടൽ ഫാമിലിയിൽപ്പെട്ട എല്ലാവരുടെയും ഇൻകം നമുക്കറിയണം, അവരുടെ ടോട്ടൽ എക്സ്പെൻസ് നമ്മളറിയണം. ഓക്കെയാണോ? അവിടെയാണ് ഈ കൺസൾട്ടേഷൻ്റെ പ്രസക്തി വരുന്നത്. നമ്മൾ ഈ ഒരു എക്സാമ്പിളിനകത്തോട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ നേരത്തെ കുറച്ച് ഫിഗേഴ്സ് പറഞ്ഞു, ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്യുക. എന്താണ് രവീന്ദ്രൻ എന്ന് പറയുന്ന പുള്ളിക്ക് എത്രയാണ്, 3 ലാക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചു. സരസ്വതി ആൻറ്റിക്ക് 1,50,000 കിട്ടുന്നെന്ന് വെച്ചു. അരവിന്ദ് പുള്ളിക്ക് എത്ര കിട്ടുന്നുണ്ട്, 4 ലാക്ക് കിട്ടുന്നെന്ന് വെച്ചു. ജാനകിയും ജോബിന് പോകുന്നുണ്ട്. അപ്പം ജാനകിയുടെയും എന്ത് ചെയ്യണം, അറിയണം. ജാനകിയുടെ അറിയണം. ജാനകിക്ക് ഇപ്പം 3,50,000 ആണെന്ന് വെച്ചു. ഇൻ ടോട്ടൽ എത്ര വരും? 12 ലക്ഷം രൂപ വരും. ബാങ്കുകാർക്ക് അറിയേണ്ടത് ടോട്ടൽ ഇൻകം എത്രയാണ്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 12 ലക്ഷം രൂപ ഈ ഒരു ഫാമിലി, നന്ദനം ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം സെയിം ഇതേ പാറ്റേൺ ആണ് നമ്മൾ ഇനിയും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഈ രവീന്ദ്രൻ എന്ന് പറയുന്നതിന് പകരം ആർ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയാണെന്ന് വെച്ചു. ആർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇനി സരസ്വതിക്ക് പകരം എസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചു. ഇനി അരവിന്ദിന് പകരം എ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയാണെന്ന് വെച്ചു. ഇനി ജാനകിക്ക് പകരം ജെ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയാണെന്ന് വെച്ചു. ഓൾറെഡി ഇവർ ഇത്രയും എന്തുണ്ടായിരുന്നു, നന്ദനം എന്ന് പറയുന്ന ഒരു ഫാമിലി ആയിരുന്നു. ഇവിടോട്ട് ജാനകി വന്നതാ, അപ്പം അഡീഷൻ വന്നതാ. ഓക്കെയാണോ? അപ്പം ഇപ്പം നമുക്കറിയേണ്ടതെന്ന് പറയുന്ന നന്ദനം എന്നുള്ള ഈ ഒരു ഫാമിലി, ഓക്കെ, ഇതിന് എത്രയാണ് ടോട്ടൽ ഇൻകം വരുന്നത് എന്ന കഥയായിരുന്നു അറിയേണ്ടത്.
അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ ഇങ്ങനെ ബാങ്കുകാർ ചോദിക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഓരോരുത്തരുടെ കൂട്ടി നോക്കുക, ഇതുപോലെ ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ടെൻഡർ വിളിക്കുക, അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചോളം ഇപ്പം പോയിട്ട് ഒരു ബോറോയിങ് നടത്തുക, ഇൻവെസ്റ്റ്മെൻറ്റുകൾ മറ്റുള്ളവർ നടത്തുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഈ ഒരു കുടുംബത്തിൻ്റെ എല്ലാം കൂടെ പോയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഇവിടുത്തെ നിയമം പറയുന്നത്. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഇൻ ടോട്ടൽ നമുക്ക് എന്താണ് ആവശ്യം, ഇൻ ടോട്ടൽ ഇവരുടെ പെർഫോമൻസ് ആണ് ആവശ്യം. ഈ ഒരു ഫാമിലിയുടെ ടോട്ടൽ ഇൻകം എത്രയാണ്, ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്, ഇവിടെ നമുക്ക് പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചോളം എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ട കാര്യം. അപ്പോൾ ഇവിടാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ അല്ല സ്റ്റാൻഡേർഡുകളുടെ സിഗ്നിഫിക്കൻസ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇതാണ് ഈ ഒരു കോൺസെപ്റ്റിനെ ബിഹൈൻഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ നമുക്ക് ടോപ്പിക്കിനകത്തോട്ട് ചെറുതായിട്ട് കടക്കാം. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്പനി എ ഇവർ പോയിട്ട് കമ്പനി ബിയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. സ്വാഭാവികമായിട്ട് നടത്തണമല്ലോ. അപ്പം നടത്തിയ എന്തിനകത്താണ്? ഇക്വിറ്റി ഷെയർസിനാണ്. ഇക്വിറ്റി ഷെയർസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കൺട്രോൾ കിട്ടും. മറ്റൊരു കമ്പനിയുടെ അവരുടേതായിട്ടുള്ള ഒരു പാർട്ട്ണർ, അവരുടെ ഒരു മെമ്പർ ആവുന്ന രീതിയിലേക്ക് അത് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. ഇപ്പോൾ ഒരു ബാങ്ക്, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ നന്ദനം ഫാമിലി ഉണ്ടല്ലോ. അപ്പോൾ ഈ നന്ദനം ഫാമിലി പോയിട്ട് വെളിയിൽ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാമെന്ന് വെച്ചു. നന്ദന ഫാമിലിയുടെ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് നന്ദന ഫാമിലി ബാങ്കുകാർക്ക് അത് റീപേ ചെയ്യാൻ ലയബിളായിരിക്കും എന്നും പറഞ്ഞിട്ട് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനകത്ത് അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളിനകത്ത് ബാങ്കുകാർ വന്നിട്ട് കല്യാണത്തിന് എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുമോ? ഇല്ല. അല്ലെങ്കിൽ ഇന്നതുപോലെ കാര്യം നടന്നു, അവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവിടെ സംഭവിക്കുന്നത് ഇപ്പം എന്തല്ല, ഒരു കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നത് അത് ഇൻ നേച്ചർ ഓഫ് ഒരു ഇക്വിറ്റി ഷെയർസിൻ്റെ രൂപത്തിലല്ല. നിങ്ങൾ എന്ത് ചെയ്തതാ, നിങ്ങൾ പോയിട്ട് ബോറോ ചെയ്തതാ. ഓക്കെ ആണോ? അപ്പം ഒരു ബോറോയിങ്സിനകത്തൊന്നും എന്ത് വരത്തില്ല, ഈ ഒരു മെത്തേഡ് വരത്തില്ല. നിങ്ങളൊരു കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഓക്കെ ആണോ? ഇവിടുത്തെ ടെർമിനോളജി എന്ന് പറയുന്ന കൺട്രോളാണ്. ഓക്കെ, ഈ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാക്കിയുള്ള കൺസോൾട്ടേഷൻ്റെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് വെച്ചു, അതൊരു 20% താഴെയാണെന്ന് വെച്ചു, 20%-ന് താഴെയാണെന്ന് വെച്ചു. നമ്മൾ ഓൾറെഡി AS13 പഠിക്കുന്നുണ്ടല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെയാണ്, ആ കാര്യം ഫോളോ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് നോർമലായിട്ടുള്ള അക്കൗണ്ടിങ് ആണ്, അല്ല നോർമലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവരെന്ത് ചെയ്തത്, മേഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ 20% കൂടുതലാണ് അല്ലെങ്കിൽ 20% ആണ്, അല്ലെങ്കിൽ ഈ ഒരു 50% ഓർ അതിന് ലെസ് ആണെന്ന് വെച്ചോ, 50% ഓർ ലെസ്. ഓക്കെ, ഇൻവെസ്റ്റിംഗ് കമ്പനി എന്ത് ചെയ്യും, നമ്മുടെ അസോസിയേറ്റ് കമ്പനിയാവും. നമ്മൾ ആരുടെ അടുത്താണോ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അസോസിയേറ്റ് കമ്പനിയാവും. അങ്ങനെയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന കമ്പനിയും അസോസിയേറ്റ് കമ്പനിയും ഇപ്പോൾ ഒരു ബന്ധത്തിലായിട്ടുണ്ട്. 20% ഓർ മോർ ബട്ട് ലെസ് ദാൻ 50% അല്ലെങ്കിൽ 50% ആയിട്ടുള്ള ഒരു റിലേഷൻ, അവിടെ ഒരു കൺട്രോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഇൻവെസ്റ്റർ കമ്പനി എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം അവരുടെ നോർമൽ ആക്ടിവിറ്റി അറിയാൻ വേണ്ടി. A ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി B ലിമിറ്റഡിനകത്ത് പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ A ലിമിറ്റഡിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. റൈറ്റ്?
അതോടൊപ്പം തന്നെ ഇവരിപ്പോൾ ഒരു ഫാമിലി ആയി കഴിഞ്ഞു, ഇവരിപ്പോൾ ഒരു കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പബ്ലിക്ക് നോക്കുമ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് എന്താണ് ബെനിഫിറ്റ് എന്നറിയണം. അല്ലെങ്കിൽ ഇവരുടെ ജോയിൻ്റ് ഓപ്പറേഷനകത്ത് വരുന്ന അതിൻ്റെ റിസൾട്ട് എന്താണ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ക്യാഷിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, ഇതെല്ലാം എന്ത് ചെയ്യണം, അറിയണമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇപ്പം നേരത്തെ പറഞ്ഞ സിറ്റുവേഷനകത്ത് നമ്മുടെ രവീന്ദ്രൻ, ജാനകി ആൻഡ് അരവിന്ദ്, ഇവർ ഇത്രയും പേരുള്ള ഒരു ഫാമിലിയിലോട്ട് ആര് വന്നു, ജാനകി വന്നു. ജാനകി വന്നു കഴിയുമ്പോൾ ഇൻ ടോട്ടൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഓരോരുത്തരും രവീന്ദ്രൻ്റെ ഇൻകം നോക്കണം, നമ്മുടെ സരസ്വതിയുടെ നോക്കണം, അരവിന്ദിൻ്റെ നോക്കണം, ആൻഡ് ജാനകി അവരുടെ സെപ്പറേറ്റ് നോക്കണം. ദെൻ അതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സെയിം കൈൻഡ് നമ്മൾ എന്ത് ചെയ്യണം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ അസോസിയേറ്റ് കമ്പനിയുടെ കാര്യമല്ല. നമ്മൾ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി, നിങ്ങൾക്ക് അറിയാം 50% മോർ ദാൻ 50%-ൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് ഇൻവെസ്റ്റ് കമ്പനി എന്ത് ചെയ്യും, നമ്മുടെ സബ്സിഡറി കമ്പനി ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഇൻവെസ്റ്റർ കമ്പനി എന്ത് ചെയ്യും, നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയാവും. ഓക്കെ ആണ്. ഈ ഒരു സിറ്റുവേഷനകത്ത് എങ്ങനെയായിരിക്കും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നമ്മളുടെ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത്. ദെൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അസോസിയേറ്റിൻ്റെ കൺസോളിഡേഷനകത്തോട്ട് പോകുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന ആരാണ്, നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 ആണ്. ഓക്കെ ആണോ? ദെൻ അടുത്തെന്ന് പറയുന്നത് എന്താണ് ഈ ഗ്രൂപ്പ് കമ്പനി. ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാമിലി ഉണ്ടല്ലോ. ഇപ്പോൾ കാല ഗ്രൂപ്പ് ആണെന്ന് വെച്ചു, കാല ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ കാല ലേണിംഗ് ഉണ്ടെന്ന് വെച്ചു, കാല ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ കാല ഹെൽത്ത് കെയർ ഉണ്ടെന്ന് വെച്ചു, കാല എഡ്യൂക്കേഷണൽ ആൻഡ് അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നതുണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്, കാല ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ കാല എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹോൾഡിംഗ് കമ്പനിയുണ്ട്. ഈ കമ്പനിയാണ് പോയിട്ട് ഓരോന്നിലും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. മോർ ദാൻ 50% സ്റ്റേക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി ആരുടെയൊക്കെയോ കയ്യിലാവും, അല്ലെങ്കിൽ ഫുള്ളി കാലയുടെ കയ്യിലായിരിക്കും. ഓക്കെ ആണോ? അപ്പം ഇതെല്ലാം സെപ്പറേറ്റ് എൻറ്റിറ്റീസാണ്. ഈ ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നന്ദന ഫാമിലി, അതിനകത്ത് ജാനകി വന്നെന്നും പറഞ്ഞിട്ട് അവർ ഗ്രൂപ്പ് ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ മനുഷ്യരെന്ത് ചെയ്യുന്നില്ല, ഒന്നാവുന്നില്ല. ഓക്കെ ആണോ? നമ്മളിനി അവിടെ ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം, ഈ നന്ദന ഫാമിലിയുടെ നമ്മൾ നോക്കണം. ഓക്കെ ആണോ? സോ അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു കൺസോളിഡേഷനകത്ത് വരുന്നത്. ഗ്രൂപ്പ് കമ്പനീസ് എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം കൂടെ ഫാമിലി ചേർന്നായിരിക്കും. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴെന്തായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, ഗ്രൂപ്പ് കമ്പനീസ് എന്ന് പറയുന്ന ഈ ഒരു ടെർമിനോളജി ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ദെൻ ഇനി സബ്സിഡറിയുടെ കാര്യം പറയുകയാണ്. സബ്സിഡറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി കാലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. കാല ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഈ ഒരു കമ്പനി അവർക്ക് ഇപ്പം ഓപ്പറേഷൻസ് കാല ലേണിംഗ് ഉണ്ട്, കാല മൈനിങ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് വെച്ചു. അപ്പം ഈ ചില കമ്പനികളിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ 50% ഓർ അതിന് മുകളിലാണ്, 50% മോർ ദാൻ 50% അങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സബ്സിഡറി ആണേ. ഇപ്പം കാല മൈനിങ് കോർപ്പറേഷൻ ഉണ്ടെന്ന് വെച്ചു. അപ്പം ആ ഒരു കമ്പനി ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാലയുടെയാണ്. ഇപ്പം കാല ലേണിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 62% ഉള്ളതെന്ന് വെച്ചു. കാല മൈനിങ്ങിനകത്ത് ഒരു 90% ഉണ്ടെന്ന് വെച്ചു. അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെറിയ പോർഷൻ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, ഫണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. ഓക്കെ, ചില പ്രോജക്റ്റുകൾ ഇപ്പം ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുമായിട്ട് ഒരു ഇൻ ടേംസ് വരുവാണെങ്കിൽ
അപ്പം അങ്ങനെ ഉള്ള ഏരിയ ഇപ്പം ഓൾറെഡി ഒരു സ്ഥലത്ത് ഓപ്പറേഷൻ നടത്തുന്ന ഒരു കമ്പനി, അവിടേക്കായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അപ്പം ആ ഒരു കമ്പനി നമ്മുടെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ബന്ധം ഇതിനകത്ത് ഒരു സബ്സിഡറി കമ്പനി ആണെങ്കിലും ഹോളി ഓണ്ടും ആവാം പാർട്ട്ലി ഓണ്ടും ആവാം, 100% കാലയാവാം, അല്ലെങ്കിൽ മോർ ദാൻ 50% ആരാവാം മറ്റുള്ള ഏതെങ്കിലും സ്റ്റേക്ക് ഹോൾഡർ ആവാം, അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡറിനകത്തോട്ട് പോകാൻ പറ്റും. അപ്പം ഈ ഹോളി ഓൺഡ് സബ്സിഡറിയുടെയും പാർട്ട്ലി ഓൺഡ് സബ്സിഡറിയുടെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളിനകത്തും എന്ത് വരും, വ്യത്യാസം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ജാനകിയുടെ. ഓക്കെ, ഇപ്പം ജാനകിക്ക് ഒരു റിലേറ്റീവ്, ജാനകിക്ക് ഒരു ബ്രദർ ഉണ്ടെന്ന് വെച്ചു. ഓക്കെ ആണോ? അപ്പം ഈ ഒരു ഫാമിലി, നന്ദനം ഫാമിലി ടോട്ടൽ എടുക്കുകയാണ്. ഈ നന്ദനം ഫാമിലിക്കകത്ത് ജാനകിക്ക് കിട്ടുന്ന ഇൻകം, ഓക്കെ, അത് ഫുള്ളി ഈ ഫാമിലിയോട്ട് വരികയല്ല, അതിനകത്തുനിന്ന് കുറച്ച് എമൗണ്ട് എത്തിക്കുന്നുണ്ട് ഈ അനിയന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ജാനകിയുടെ പേരൻസിന് കൊടുക്കുകയാണെന്ന് വെച്ചു. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് വരും, ദർ ഈസ് എ ഡിഫറൻസ്. ആ ഒരു ഇൻകം എന്ത് ചെയ്യത്തില്ല, ഫുള്ളി ഈ ഫാമിലിയിലോട്ട് വരത്തില്ല, സൈഡിലോട്ട് വേറൊരിടത്തോട്ടും പോകും. അപ്പം ഈ പാർട്ട്ലി ഉണ്ട് അതുപോലെയാണ്. ഓക്കെ ആണോ? ഇത് ഫുള്ള് ഹോൾഡിംഗ് കമ്പനിക്ക് വരത്തില്ല, കുറച്ച് എന്ത് ചെയ്യും, നമ്മൾ പുറത്തേക്കും പോകും. ഓക്കെ ആണോ? നമ്മുടെ മെജോറിറ്റി ആരായിരിക്കും ഓൺ ചെയ്യുന്നത്, ഹോൾഡിംഗ് കമ്പനിയാണ്. ജാനകി ഇപ്പോൾ ഏത് നന്ദന ഫാമിലി ഉള്ളതാണ്. ഓക്കെ ആണോ? എന്നും പറഞ്ഞാൽ പഴയ ഫാമിലി എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ ഹോൾഡിംഗ് കമ്പനിക്ക് റൈറ്റ് ഉണ്ട്. ഓക്കെ, അരവിന്ദ് എന്ന് പറയുന്ന ഹസ്ബൻഡിന് എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. ബട്ട് ഫുള്ള് റൈറ്റ് ഉണ്ടോ, ഇല്ല. അപ്പം ഈ പോയ പോർഷൻ ഉണ്ടല്ലോ, ഈ അനിയനുള്ള പോർഷൻ, അല്ലെങ്കിൽ ജാനകിയുടെ പേരൻസിനുള്ള പോർഷൻ, അപ്പം ആ പോർഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ഹോൾഡിംഗ് കമ്പനി അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ടുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അതിൻ്റെ കാൽക്കുലേഷൻസ് വേറെ. ഓക്കെ ആണോ? ഇനി ഹോളി ഓണ്ടിൻ്റെ അവിടെ വരുമ്പോൾ ഒരു വിഷയമില്ല. ജാനകി ആണെങ്കിൽ എന്താണ്, മറ്റുള്ള റിലേറ്റീവ്സ് ആയിട്ട് ആരുമായിട്ടൊരു ബന്ധമില്ല. ജാനകി ആണെങ്കിൽ ഇത്രയും നാളും എന്തല്ല, മറ്റാരുമായിട്ടും ഒരു ഡിപ്പെൻഡൻസി ഒന്നും എക്സസൈസ് ചെയ്യുന്നില്ല. അരവിന്ദിനാണ് ഫുള്ളി കൺട്രോൾ ഉള്ളത്, അങ്ങനെയുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോഴായിരിക്കും ഹോളി ഓൺഡ് സബ്സിഡറി ആവുന്നത്. പുറത്തേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റുകളും ഇല്ല, ഫുൾ ഷെയർസ്, എല്ലാ ഷെയർസും ഈ ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഓൺ ചെയ്യുന്നത്, അല്ലെ ഹെൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതായിരിക്കും അതുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻ വരുന്നത്. സർ, ഈ കൺട്രോൾ എന്ന് പറയുന്നു, ഈ ഇക്വിറ്റി ഷെയർസ് ഡയറക്റ്റ്ലി ഇങ്ങനെ പർച്ചേസ് ചെയ്താൽ മാത്രമാണോ നമുക്ക് ഈ കൺട്രോൾ വരുന്നത് എന്നുള്ള കാര്യമുണ്ട്. ഓക്കെ, ചില കേസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി ബാങ്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കേസുകളിനകത്ത് അങ്ങനെ വരണമെന്നില്ല. നമ്മുടെ ഈ കൺട്രോളാണ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺട്രോൾ എന്താ പറയുക, കൺട്രോൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ 50% ആയിരിക്കണം വോട്ടിംഗ് പവർ ഉള്ളത്. അത് ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത് വഴി വോട്ടിംഗ് പവർ കിട്ടും. ഓക്കെ, അത് ഡയറക്റ്റ്ലി ആവാം, അല്ലെങ്കിൽ വേറെ സബ്സിഡറി ആവാം. ഓക്കെ, എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബി ലിമിറ്റഡിനകത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെന്ന് വെച്ചാൽ. അപ്പം അങ്ങനെ ഡയറക്റ്റ്ലി അവർക്ക് ചെയ്യാൻ പറ്റും. ഇനി എ ലിമിറ്റഡ് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. എക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിയും ഡിയും അങ്ങനെ 2 കമ്പനീസ് ഉണ്ട്. അപ്പം ഇതെന്ത് ചെയ്യാം, ഇത് സബ്സിഡറിയാണ്. ഇവർ പോയിട്ടാണ് ബിക്കകത്ത് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ നടത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ എ ലിമിറ്റഡിന് സിയിലും ഡിയിലും അവരുടെ കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സിയിലും ഡിയിലും കൺട്രോൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബി ലിമിറ്റഡിനകത്തോട്ട് വരാൻ പറ്റും. ഇപ്പം ഫാമിലിയുടെ കേസ് ഞാൻ പറയുകയാണ്, നിങ്ങളും വേറൊരു ഇൻറ്റൻഷനിലും ഇത് എടുക്കരുത്, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ. ഇപ്പം രവീന്ദ്രൻ എന്ന് പറയുന്ന അച്ഛനുണ്ട്. രവീന്ദ്രൻ അച്ഛൻ എന്തുണ്ട്, ആ ഒരു നന്ദനം ഫാമിലിയിൽ കൺട്രോൾ ഉണ്ടെന്ന് വെച്ചു. ഈ രവീന്ദ്രൻ പറയാണ്, ഇനി തൊട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും എന്ത് ചെയ്യണം, അപ്പം വെജ് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഈ രവീന്ദ്രൻ ഒരു ഡയറക്റ്റ്ലി കൺട്രോൾ ഒരിക്കലും ജാനകിക്കകത്തോട്ടില്ല. ജസ്റ്റ് എന്താണ്, നമ്മുടെ അമ്മായിപ്പൻ എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ ജാനകിയെ സംബന്ധിച്ചോളം.
ബട്ട് നമ്മുടെ അരവിന്ദ് ഉണ്ട്, സരസ്വതി ഉണ്ട്. അപ്പം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ ഓൾറെഡി എന്താണ്, ഇവർ റിലേറ്റീവ് തന്നെയാണ്. ഈ കൺട്രോൾ ആർക്കുണ്ട്? രവീന്ദ്രൻ ഉണ്ടെന്ന് വെച്ചു. ഈ രവീന്ദ്രൻ അരവിന്ദിൻ്റെ മുകളിലേക്ക് ആ കൺട്രോൾ എക്സസൈസ് ചെയ്യാണ്. നമ്മുടെ ജാനകി നോൺ വെജ് ആണെന്ന് വെച്ചു. അപ്പം അരവിന്ദിൻ്റെ അടുത്ത് പറയാണ് ഇതുപോലെ ഇനി തൊട്ട് എന്ത് ചെയ്യാം, നിന്റെ ഭാര്യയുടെ അടുത്ത് പറയുക ഈ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചു. ജസ്റ്റ് എക്സാമ്പിൾ ആണ്, അതിനകത്ത് വേറെ ഒരു ഇതും പറയല്. എനിക്കിപ്പോൾ കൈ കിട്ടിയത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസ്, അല്ലെങ്കിൽ ഇപ്പം എന്താണ് ജാനകി എപ്പോഴും ഫോൺ യൂസ് ചെയ്യണമെന്ന് വെച്ചു. അപ്പം നമുക്ക് അതിനകത്ത് ഒരു ലിമിറ്റ് വേണം. അങ്ങനെ ഓരോ കൺട്രോൾസ് ഉണ്ടല്ലോ. വീടിൻ്റേതായിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇനി തൊട്ട് നീ നിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയണം എന്നും പറഞ്ഞിട്ട് വരികയാണ്. ഇപ്പം അങ്ങനൊരു കാര്യം പറയാണ്. ഇപ്പോൾ എന്തുണ്ട്, പുള്ളിക്കൊരു കൺട്രോളുണ്ട്. ഓക്കെ, പുള്ളിയുടെ വൈഫ് ഈ രവീന്ദ്രൻ എന്ന് പറയുകയാണെങ്കിൽ പുള്ളിയുടെ വൈഫാണ് സരസ്വതി, ആൻഡ് അരവിന്ദ് മകനാണ്. അങ്ങനെ ഒരു കൺട്രോൾ അവിടെ ഉണ്ട്. ആ കൺട്രോളിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അരവിന്ദ് നമ്മുടെ ജാനകിയുടെ മുകളിലേക്ക് ആ കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം വീട്ടിലെ മെജോറിറ്റി, അപ്പം സരസ്വതി ആൻറ്റിയും പറഞ്ഞു, രവീന്ദ്രൻ അങ്കിളും പറഞ്ഞു, ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അരവിന്ദ് പറയുന്നുണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് ഞാൻ പറഞ്ഞു എക്സാമ്പിളാണ്, അതിനകത്ത് വേറെ ഒരു ഇത് കൺസിഡർ ചെയ്യില്ല നിങ്ങൾ. ദെൻ ജാനകിക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കിപ്പം വീട്ടിൽ വെച്ച് ഇപ്പം എല്ലാവരും കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പം കുഴപ്പമില്ല. ഇപ്പം ജാനകിക്ക് വേണമെങ്കിൽ സ്വന്തമായി കഴിക്കാം, അത് കുഴപ്പമില്ല. എല്ലാവരും കഴിക്കുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഒരു കൺട്രോൾ വന്നെന്ന് വെച്ചു. ഓക്കെ, അതിനകത്ത് വേറെ ഒരു ഇൻറ്റൻഷനും പാടില്ല. ജസ്റ്റ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് പകരം അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ബിൽഡ് ചെയ്തൊരു ഒരു സ്റ്റോറി മാത്രമാണ്. ഓക്കെ, ഇതിനകത്ത് വേറെ ഒരു ഇതും കൺസിഡർ ചെയ്യില്ല, ദയവ് ചെയ്ത് പ്ലീസ്. ദെൻ ഇതിനകത്ത് ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഈ ഒരു കോമ്പോസിഷനകത്ത് അവരെ അപ്പോയിൻറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെയാണ്, സെയിം കൈൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഈ രണ്ട് രീതിയിലായിരിക്കും വരുന്നത്. ഒന്നെങ്കിൽ വോട്ടിംഗ് പവർ വെച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനകത്ത് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം എന്നൊരു സിറ്റുവേഷൻ വെച്ചിട്ടും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോൺസെപ്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മുടെ പേരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമ്പൈലേഷനാണ് ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്കുകളാണ്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് കമ്പനീസിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 ആണ് ഹോൾഡിങ്ങിൻ്റെയും സബ്സിഡറിയുടേതായിട്ടുള്ള ഈ ഒരു കൺസോളിഡേഷൻ പ്രോസസ്സിനെ, അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ, കാര്യങ്ങളെയൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുക, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി അവരുടേതായിട്ടുള്ള ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ദെൻ നമ്മളിപ്പം ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതൊരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഒരു നന്ദനം ഫാമിലി അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി എന്ന രീതിയിൽ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ നോക്കുന്നത് സെപ്പറേറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ആൻഡ് ഇതൊരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി ആയിരിക്കും. ഇത് എന്താവത്തില്ല, ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആവത്തില്ല. ഓക്കെ, നന്ദനം എന്ന് പറയുന്ന ആ ഫാമിലിക്ക് എന്ത് വരുന്നില്ല, ഒരു ജീവനൊന്നും വരുന്നില്ല. അതിനകത്ത് ഇൻഡിവിജ്വൽസ് ചേരുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ കൺസോൾട്ടേഷൻ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് വരുന്നത്. അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആവുന്നില്ല, സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി ആയിട്ടായിരിക്കും വരുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, നന്ദനം ഫാമിലിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തുണ്ട്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ആൻഡ് എന്തൊക്കെ റിസോഴ്സസ്, ഒബ്ലിഗേഷൻസ് ആൻഡ് എല്ലാ റിസൾട്ടുകളെയും ഒരു സിംഗിൾ എൻറ്റിറ്റി, നന്ദനം എൻറ്റിറ്റി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഒരു കോൺസെപ്റ്റാണ് അവരെന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണ് ഹോളി ഓൺ സബ്സിഡറി ആൻഡ് അതർ റിലേറ്റഡ്
നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ ഡീൽ ചെയ്തിട്ട് ഈ ടോപ്പിക്ക് നിർത്താം. നമുക്കൊരു ഹോളി ഓൺഡ് സബ്സിഡറി ഉണ്ട്. 31 മാർച്ച് 2026 അവരുടെ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതാണ് സിറ്റുവേഷൻ എന്ന് വെച്ചു. ഓക്കെ, എ ലിമിറ്റഡും ഉണ്ട്, ബി ലിമിറ്റഡും ഉണ്ട്. 2 കമ്പനീസാണ് ഉള്ളത്. എ ലിമിറ്റഡിനെ സംബന്ധിച്ചോളം 2 lakh ആണ് അവരുടെ ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ഇതൊരു ഇമാജിനറി ഫിഗേഴ്സാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നിങ്ങൾക്കിപ്പം ചോദിക്കാം പ്രോഫിറ്റ് ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ത് ചെയ്യുക, അതെന്ത് ചെയ്ത് ജസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പം 2 lakh ഉണ്ട്, 80,000 ഉണ്ട്. ഓക്കെ, 2 പേർക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. കറണ്ട് ലയബിലിറ്റി നോക്കുകയാണെങ്കിൽ 50,000 ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ എ ലിമിറ്റഡിനെ സംബന്ധിച്ചോളം 1,30,000 എന്തുണ്ട് അവർക്ക് നമ്മുടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഉണ്ട്. ഇനി ബി ലിമിറ്റഡിനെ സംബന്ധിച്ചോളം 1 lakh ആണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് വരുന്നത്. കറണ്ട് അസറ്റ്സ് നോക്കുകയാണെങ്കിൽ 20,000 ഉണ്ട്, 30,000 ഉണ്ട്. ഇതാണ് ഇൻ ജനറലി അവരുടെ ഫിഗേഴ്സാണ്. ബട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എ ലിമിറ്റഡിനകത്ത് എന്തുണ്ട്, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിടപ്പുണ്ട്. ഓക്കെ ആണോ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ അവിടെ കിടപ്പുണ്ട്, എ ലിമിറ്റഡിനകത്ത് കിടപ്പുണ്ട്. കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫാമിലി എടുക്കുമ്പോൾ ഇപ്പം അരവിന്ദ് വെച്ചാണെങ്കിൽ വൈഫിന് ഒരു 1,00,000 രൂപ കൊടുത്തെന്ന് വെച്ചു. എന്നിട്ട് വൈഫിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണ്ണം ഇങ്ങോട്ട് വാങ്ങിച്ചു. ഈ സ്വർണ്ണം ഞാൻ എന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റി ആയിട്ട് വെക്കാനുള്ളത്. അപ്പോൾ നീ എന്ത് ചെയ്യുക, ഈ 1 lakh വെച്ചിട്ട് ആ സ്വർണ്ണം ഇങ്ങോട്ട് തരികയെന്ന് വെച്ചു. അപ്പം നമ്മൾ ഈ സെക്യൂരിറ്റി നോക്കാൻ പോകുമ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഈ സ്വർണത്തിന് വിലക്കുറവായിരുന്നു. 80,000 റുപ്പീസേ എന്തുള്ളൂ, വാല്യൂ ഉള്ളൂ. ഓക്കെ ആണോ? ബട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ 1 lakh കൊടുത്തത്, അതിനകത്ത് കുറച്ച് എലമെൻറ്റും കൂടെ മിക്സ് ആയിട്ടുണ്ട്, ഒരു ഗുഡ് വിൽ എലമെൻറ്റും കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്വർണ്ണമാണെന്ന് വെച്ചോ. എൻ്റെ വൈഫിൻ്റെ സ്വർണ്ണമല്ലേടാ. ഓക്കെ, അപ്പം അത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ 1 lakh റുപ്പീസ് കൊടുത്തത്. ഇതിനകത്തൊരു എലമെൻറ്റും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി അമാൽഗമേഷനകത്തൊക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കുകളിലേക്ക് കൂടുതൽ നമ്മൾ പോകുന്നില്ല. കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ ഈ 80,000ഉം 1 lakh തമ്മിൽ അവിടെ ഒരു കാര്യം വരുന്നുണ്ട്, അവിടെ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ ആണോ? നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അരവിന്ദ് സ്വർണം വാങ്ങിച്ച എത്ര രൂപയ്ക്കാണ്, 1 lakh റുപ്പീസിനാണ്. ബട്ട് എത്ര ഉള്ളായിരുന്നു, 80,000 അവിടുത്തെ അതിന് വാല്യൂ ഉള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സസ് അരവിന്ദ് കൊടുത്തത് എത്ര രൂപയാണ്, 20,000 റുപ്പീസാണ്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഗുഡ് വിൽ എന്ന് പറയും. ഇനി കമ്പനിയുടെ കേസിനകത്തോട്ട് വരികയാണെങ്കിൽ കമ്പനി 1 lakh റുപ്പീസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. പക്ഷേ സത്യത്തിൽ എത്ര രൂപയുടെ വാല്യൂ ആ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളായിരുന്നു, 80,000 റുപ്പീസേ ഉള്ളായിരുന്നു. എങ്ങനെ അത് കണ്ടുപിടിച്ചേ, നമ്മളുടെ ടോട്ടൽ അസറ്റ്സ് ഉണ്ടല്ലോ 1,30,000. ഓക്കെ, 1,30,000 പുറത്തേക്ക് കൊടുക്കാനുള്ള നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ്, 50,000 ആണ്. അപ്പം ഇൻ ബിറ്റ്വീൻ ബാലൻസ് മാത്രമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടേതായിട്ടുള്ള കമ്പനിയുടേതായിട്ടുള്ള എമൗണ്ട് വരുന്നത്. അതിനെയാണ് നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ ആയിട്ടുള്ളത്. ഇപ്പോൾ 1,30,000 കുറേ അസറ്റ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറി അത് വാങ്ങാൻ പോവാണ്. അപ്പം നമുക്കിതുപോലെ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഇതുപോലെ 50,000 രൂപ എക്സാമ്പിളാണ്. ഇത് ഒരു സണ്ടർ ക്രെഡിറ്റിൻ്റെ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ അയാൾക്ക് 50,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പം ബാലൻസ് വരുന്ന എമൗണ്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, സത്യത്തിൽ അവിടെ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. 1,30,000 വാല്യൂ ഉണ്ടായിരിക്കും, ബട്ട് 50,000 അസോസിയേറ്റ് ചെയ്യുന്നത് സണ്ടറി ക്രെഡിറ്ററിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ 80,000 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് വാല്യൂ ഉണ്ടായിരിക്കുന്നത്. സെയിം കൈൻഡ് അങ്ങനെ വരുമ്പോഴായിരിക്കും നമ്മുടെ നെറ്റ് അസറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്
ദെൻ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇപ്പം തിരിച്ചൊരു സിറ്റുവേഷൻ ആണെങ്കിലോ 80,000 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, 1 lakh ആണ് വരുന്നതെങ്കിൽ അങ്ങനത്തെ കേസിൽ അത് ക്യാപിറ്റൽ റിസർവ്സിനകത്തോട്ട് പോവുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളുടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് 2,30,000. എങ്ങനെ കിട്ടി, എയുടെയും ബിയുടെയും കൂടെ ചേർത്ത് ആഡ് ചെയ്തു 1,30,000 ആൻഡ് 1 lakh. ആൻഡ് കറണ്ട് അസറ്റ്സ് 20 ഉണ്ട് 30 ഉണ്ട്. ടോട്ടൽ കറണ്ട് അസറ്റ് വിൽ ബി 50,000 rupees. ഓക്കെ, ദെൻ കറണ്ട് ലയബിലിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 50,000 പ്ലസ് 50,000. നമുക്ക് ടോട്ടൽ വരുന്നത് 1 lakh ആണെന്ന് വെച്ചു. ഓക്കെ, ദെൻ നമ്മുടെ എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഹോളി ഓൺഡ് സബ്സിഡറി ആണ്. ഹോളി ഓൺഡ് സബ്സിഡറി മീൻസ് ഫുള്ളി ആരുടെ കൺട്രോളിലായിരിക്കും, നമ്മളുടെ ഈ ഒരു പേരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിലായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് നമ്മൾക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പേരൻറ്റ് കമ്പനിയുടേത് മാത്രമായിരിക്കും. ആം ഐ റൈറ്റ് ഓർ നോട്ട്? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പേരൻറ്റ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ മാത്രമേ എന്തുള്ളൂ, പുറത്തേക്ക് കൊടുക്കാനായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇവിടുത്തെയാണ്, നമ്മളുടെ ഇവിടുത്തെ തന്നെയുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് നിങ്ങൾ ബാലൻസ് ഷീറ്റിനകത്ത് എത്ര എമൗണ്ട് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് മാത്രമായിരിക്കും, ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കാണിക്കാനായിട്ട് പോകുന്നത്. ദാണ്ട് 2 lakh. ഓക്കെ ആണോ? ദെൻ ഇവിടുത്തെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് അരവിന്ദിൻ്റെയും ജാനകിയുടെയും കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കേസിനകത്ത് ഇപ്പം 1,80,000 ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും. ഇതൊരു മ്യൂച്വലി ഉള്ള ഓവിങ്സ് ആണ്. ഇത് നന്ദനം ഫാമിലിയുടെ ഇൻട്രാ ഫാമിലി ട്രാൻസാക്ഷനാണ്. ഓക്കെ, അകത്ത് കിടക്കുന്ന കാര്യമാണ്, ഇത് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അരവിന്ദും ജാനകിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണ്ട, ബാങ്കുകാർ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് ഇതിനെ നമ്മൾ എന്തായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? ഇപ്പം 80,000 ഞാൻ ആർക്ക് കൊടുത്തു, ജാനകിക്ക് കൊടുത്തു. 80,000 സ്വർണ്ണം ആര് തന്നു, ജാനകി തന്നു. ആൻഡ് 20,000 ഒരു കാര്യമുണ്ട്, ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ആ 20,000 എന്ത് ചെയ്യണം, അപ്പം ഇൻ ബിറ്റ്വീൻ എവിടോ ഒന്ന് ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ എടുത്ത് നമ്മൾ ഒരു നെറ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, ഒരു 20,000 നമ്മുടെ ഇരിപ്പുണ്ട്, അരവിന്ദിൻ്റെ ഇരിക്കുന്ന രീതിയിലായിട്ടല്ലേ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇപ്പം അരവിന്ദിനെ സംബന്ധിച്ചോളം 1 lakh കൊടുത്തു, ജാനകി സ്വർണം തന്നു, ട്രാൻസാക്ഷൻ നിൽ. 80,000 ആണെങ്കിൽ ട്രാൻസാക്ഷൻ നിൽ. ബട്ട് ഇവിടുത്തെ എലമെൻ്റ് എത്ര ആയിരിക്കും വരുന്നത്, ഒരു 20,000 പോർഷൻ ഉണ്ട്. ഇതെന്തായിട്ടായിരിക്കും വരുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അസറ്റായിട്ടല്ലേ. ഓക്കെ ആണോ? അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നന്ദനത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ അതിനെ എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്, അതിനെ ഗുഡ് വില്ലായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ലേ, ഇത് നമ്മുടെ അസറ്റ് അല്ലേ. ഓക്കെ ആണോ? അപ്പം അതിനെയാണ് നമ്മൾ ഗുഡ് വില്ലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ലോസിനകത്താണ് കൊടുത്തതെങ്കിൽ അതിന് എന്തായിട്ടായിരിക്കും വരുന്നത്, നമ്മുടെ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് ലയബിലിറ്റി ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യത്തിനകത്തോട്ടെല്ലാം നമുക്ക് ഡീൽ ചെയ്ത് പോവാം. ബട്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതും ആക്ച്വലി സബ്സിഡിയുടെയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എത്രയായിരുന്നു നെറ്റ് അസറ്റ്, എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്, ഇതിനകത്ത് വരുന്ന ഫിഗർ, ഇതിനെയാണ് എന്താ പറയുന്നത്, എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ഇതിനെയാണ് ഒരു കോസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, കാൽക്കുലേഷനകത്തോട്ട് വരുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇൻ ഡീറ്റെയിൽ നമുക്ക് സ്പീഡ്ലി എങ്ങോട്ട് പോകാം, മോർ കോൺസെപ്റ്റിനകത്തോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, എപ്പോഴും ലയബിലിറ്റി ടുവേർഡ്സ് ഔട്ട്സൈഡേഴ്സ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഇരുന്ന് ആലോചിക്കുക, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് ആൻസറിനകത്തോട്ട് എത്തുക. ഇനി പാർട്ട്ലി ഓൺഡ് സബ്സിഡറി ആണെന്ന് വെച്ചു. പാർട്ട്ലി ഓൺഡ് സബ്സിഡറി ആണെങ്കിൽ സെയിം കേസ് അല്ല,
ചെറുതായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബി ലിമിറ്റഡ് നടത്തിയത് 80% ഉള്ളൂ. ഓക്കെയാണോ? ഈ 80,000-ൻ്റെ 80% ആയിരിക്കും ആര് ചെയ്തിരിക്കുന്നത്? ബി ലിമിറ്റഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് കൺസോൾട്ടേഷൻ നടത്തുന്നത് എത്ര ആയിരിക്കും? ഫുള്ളി ആയിരിക്കും. ഓക്കെ, നന്ദനം ഫാമിലിയാണ് ചെയ്യുന്നത്. ഈ ഒരു ജാനകിക്ക് ബ്രദറുണ്ട്, ബ്രദറിനെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കുന്നില്ല. നന്ദനം ഫാമിലിയിലോട്ട് ജാനകി എത്ര കൊണ്ടുവരുന്നു, ജാനകിയുടെ അത്രയും പോർഷൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ 1,60,000 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, 1,60,000 അല്ലല്ലോ, എത്രയായിരുന്നു? 80,000 റുപ്പീസാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തത് 80,000. അവരുടെ ഷെയർ ക്യാപിറ്റൽ അന്ന് ഉണ്ടായിരുന്നതെന്ന് പറയുന്നതും 80,000. ജസ്റ്റ് ഇത് രണ്ട് സെയിം ഫിഗർ ആയെന്നും പറഞ്ഞിട്ട് എപ്പോഴും എന്ത് ചെയ്യത്തില്ല? സെയിം ഫിഗർ ആവത്തില്ല. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പർപ്പസിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ മാറ്റിയത്. അപ്പോൾ 80,000-ൻ്റെ 80% വരുമ്പോൾ 64,000 ആയിരിക്കും വരുന്നത്. അതായിരിക്കും നമ്മുടെ എന്ത് വരുന്നത്? ഗുഡ് വില്ല് വരുന്നത്. ഓക്കെ ആണോ? 80,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സത്യത്തിൽ അവിടെ എത്രയുള്ളായിരുന്നു? 64,000 ഉള്ളായിരുന്നു. ബാലൻസ് വരുന്നത് ഗുഡ് വില്ലായിട്ട് വരും. ഇനി പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു 80,000 ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഇതിനകത്ത് 80% മാത്രമാണ് നമ്മുടെ ഉള്ളത്. 20% മാത്രം എന്തുള്ളൂ? അത് പുറത്തുള്ള ആളുകളുടെയാണ്. നമ്മളപ്പോൾ ഷെയർ ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഔട്ട്സൈഡേഴ്സിൻ്റെ ലയബിലിറ്റി മാത്രമേ നമ്മൾ കാണിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പേരൻറ്റ് കമ്പനിയുടെ മാത്രമേ വരത്തുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് പാർട്ട്ലി ഓൺഡ് സബ്സിഡറി ആണ്. അങ്ങനെ പാർട്ട്ലി ഓൺഡ് സബ്സിഡറി ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു പോർഷൻ ഔട്ട്സൈഡേഴ്സിന് എത്രയാണോ കൊടുക്കാനുള്ളത് അതിനെ നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ ആണോ? നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. ഓക്കെ ആണോ? എത്രയാണോ റിസർവ്സ് ആൻഡ് സർപ്ലസ്, എത്രയാണോ അതിൻ്റെ നെറ്റ് അസറ്റ് ബിലോങ്സ് ടു മൈനോറിറ്റി, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. ഓക്കെ, നമ്മളുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ നെറ്റ് അസറ്റ്സ് ഓഫ് ദ സബ്സിഡറി, അതിനകത്തുനിന്ന് പേരൻറ്റിൻ്റെ പോർഷൻ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയാണോ വരുന്നത് അതായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മളുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത്രയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് വരുന്ന മേജറായിട്ടുള്ള ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് വരുന്ന കോൺസെപ്റ്റായിട്ട് വരുന്നത്. നമുക്ക് മേജർ പോർഷൻസിനകത്തോട്ട് കടക്കാം. ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുക. നമുക്ക് ജസ്റ്റ് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങളിനകത്തൂടെ എല്ലാം പോവുക. ദെൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ചെയ്യാം? നമ്മളുടെ സെക്കൻഡ് പാർട്ടിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് കോൺസെപ്റ്റുകളിലേക്ക് കടന്നു പോവാം. ഓക്കെ, ദെൻ ജസ്റ്റ് ഇതുവരെ പഠിച്ച നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? അടുത്ത പോർഷൻസിനകത്തോട്ട് പോവുക. ഓക്കെ,